ന്യായാദാനം തന്നെ പല രീതിയിൽ നടത്തുന്നതുണ്ട്. ഇപ്പോൾ ധാരാളം സമ്പത്തുള്ളവര് ഏഹ്, അതിന് തക്കതായ അത് ഏറ്റുവാങ്ങാൻ വരുന്ന ആളുകൾ ഒരാളുടെ ദുരിതത്തെയാണല്ലോ വാങ്ങുന്നത്. അപ്പം അതിന് മതിയായ ധനവും മറ്റു കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടാണ് അയാളത് ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് ആ സ്വീകരിക്കുന്ന ആളുകൾക്കും അവരെ അത് ബാധിക്കാതിരിക്കാനുള്ള നിത്യാനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരായിരിക്കണം. അങ്ങനെ അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം ദുരിതങ്ങളിൽപ്പെട്ടാൽ അത് ഏറ്റുവാങ്ങുന്നതിന് അതിനും ലഘുവായ നാടൻ രീതിയിലുള്ളതായിട്ടുള്ള പദ്ധതികളുമുണ്ട്. അത് സാധാരണക്കാർ തന്നെയാണ് അത്തരം കാര്യങ്ങൾ ഏറ്റുവാങ്ങുക. അവർക്കതിൻ്റെ ദോഷങ്ങൾ വരാതിരിക്കാനായിക്കൊണ്ട് അവർ നല്ല പണിയെടുക്കും, മണ്ണിൽ പണിയെടുക്കുന്ന ആളുകളായിരിക്കണമെന്നും സസ്യാരാധനോപാധികളും ഉള്ള ആളുകളായിരിക്കണമെന്നും ഒക്കെ നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ നിരവധി തരത്തിലുള്ള ഛായാദാന പദ്ധതികൾ നിലവിലുണ്ട്. അപ്പോൾ അവ സ്വീകരിക്കുന്ന ആളുകൾക്കും അതിനനുസരിച്ചിട്ടുള്ള ദോഷങ്ങൾ അവർക്ക് വരാതിരിക്കാനായിട്ടുള്ള ഉപാസനാ സമ്പ്രദായങ്ങൾ ഉള്ളവരും ആയിരിക്കണം ഏറ്റുവാങ്ങുന്നത്. നിരവധി തരത്തിലാണ് അതിൻ്റെ വിശദീകരണങ്ങൾ പോകുന്നത്.